നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്റാറിയോ മേഖലയിൽ താമസിക്കുന്ന മലയാളി യുവാവ് നിതിൻ ഗോപിനാഥ് റിച്ച്മണ്ട് ഹിൽ ഏരിയയിലെ പ്രമുഖ ജിംനേഷ്യത്തിലെ സ്വിമ്മിംഗ് പൂളിൽ ബുധനാഴ്ച മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ബിടെക് പൂർത്തിയാക്കിയ ശേഷം ഉപരിപഠനത്തിനായി 3 വർഷം മുമ്പാണ് നിതിൻ കാനഡയിലേക്ക് പോയത് തന്നെ. പഠനത്തിന് ശേഷം നിതിൻ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. കാഞ്ചിയാർ പള്ളിക്കവല അമ്പാട്ടുകുന്നിൽ ഗോപിനാഥിന്റെ മകനാണ് നിതിൻ. ബുധനാഴ്ച രാവിലെ നിതിൻ അച്ഛനെ ഫോണിൽ വിളിച്ചിരുന്നു. മൃതദേഹം സൂക്ഷിച്ചിരുന്ന ആശുപത്രിയിലെ മലയാളി നേഴ്സാണ് വിവരം നാട്ടിൽ അറിയിച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരം. മരണകാരണം സ്ഥിരീകരിച്ചിട്ടുമില്ല. 25ാം ജന്മദിനത്തിന് 11 ദിവസം മാത്രം ശേഷിക്കെയാണ് മരണം സംഭവിച്ചതെന്നത് തീരാ ദുഃഖമാണ് ഉണർത്തുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ നിതിനുള്ളതായി കണ്ടെത്തിയിട്ടുമില്ല. അതിനാൽ ഇത് സ്വാഭാവിക മരണമാണോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. കാനഡയിലെ നീന്തൽക്കുളത്തിൽ മുങ്ങിമരിച്ചെന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. ഏതു സാഹചര്യത്തിലാണ് മരണമെന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടുമില്ല. ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമൊന്നും നിതിനില്ലാത്തതാണ് സംശയങ്ങൾക്ക് ഇട നൽകുന്നത് തന്നെ. മൃതദേഹം കേരളത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് ഒന്റാറിയോ മലയാളി സമാജം ഗോഫണ്ട്മി അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദക്ഷിണ കാനഡയിലെ ഒന്റാറിയോ മേഖലയിൽ താമസിക്കുന്ന നിതിനെ ബുധനാഴ്ച ജിമ്മിന് സമീപത്തുള്ള നീന്തൽക്കുളത്തിൽ നിന്നാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തന്നെ. അതേസമയം മരണകാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. അവിടുത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ ചിത്രം പ്രചരിച്ച ശേഷമാണ് നിതിനാണെന്ന് സ്ഥിരീകരിച്ചത് തന്നെ. മൃതദേഹം സൂക്ഷിച്ചിരുന്ന ആശുപത്രിയിലെ മലയാളി നേഴ്സാണ് നാട്ടിൽ വിവരം അറിയിച്ചു രംഗത്തെത്തിയത്. 3 വർഷം മുമ്പാണ് ബിടെക് പൂർത്തിയാക്കിയ ശേഷം ഉപരിപഠനത്തിനായി നിതിൻ കാനഡയിലേക്ക് പോയത്. അവിടെ പഠനത്തിന് ശേഷം ജോലിയിൽ പ്രവേശിച്ചിരുന്നു. ബുധനാഴ്ച രാവിലെ നിതിൻ അച്ഛനെ ഫോണിൽ വിളിച്ചിരുന്നു. അച്ഛനെ ഫോണിൽ വിളിക്കുന്ന സമയത്ത് നിതിൻ വളരെ സന്തോഷവാനായിരുന്നു. എന്നാൽ വൈകിട്ട് വീട്ടുകാരെ തേടി നിതിന്റെ മരണ വാർത്ത എത്തുകയായിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. അമ്മ ബീന കട്ടപ്പന ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ നേഴ്സാണ്. യുവാവിന്റെ മരണത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് നാട്ടുകാരും ബന്ധുക്കളും. മകന്റെ മരണം ഉൾക്കൊള്ളാനാവാതെയാണ് ആ കുടുംബം ഇപ്പോൾ കഴിയുന്നത് തന്നെ. മകൻ പഠിച്ച് കാനഡയിലേക്ക് പോയതോടെ നല്ല പ്രതീക്ഷയായിരുന്നു കുടുംബക്കാർക്ക്. അവനിലൂടെ കുടുംബം രക്ഷപ്പെടുമെന്ന് ഉറപ്പായിരുന്നു. ബുധനാഴ്ച രാവിലെ അച്ഛനെ ഫോണിൽ വിളിക്കുമ്പോഴും അവൻ വളരെ സന്തോഷവാനായിരുന്നു. മറ്റൊരു പ്രശ്നങ്ങൾ ഉള്ളതായി സംസാരത്തിൽ നിന്ന് തോന്നിയിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്നതാണ് ഏവരും ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്. 25ാം ജന്മദിനത്തിന് 11 ദിവസം മാത്രം ശേഷിക്കെയാണ് മരണം അവനെ ഞങ്ങളിൽ നിന്നും തട്ടിയെടുത്തത്. യഥാർത്ഥത്തിൽ എന്താണ് ഞങ്ങളുടെ മകൻ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയണമെന്ന് നിതിന്റെ കുടുംബം പ്രതികരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.